നവകേരള ബസ് വീണ്ടും നിരത്തിലിറങ്ങുന്നു. രൂപമാറ്റം വരുത്തിയാണ് നവകേരള ബസ് വീണ്ടും നിരത്തുകളിൽ സജീവമാകാൻ ഒരുങ്ങുന്നത്. കൂടുതൽ സീറ്റുകൾ ഘടിപ്പിച്ച ബസ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് ബസ് സർവീസ് പുനരാരംഭിക്കുന്നത്. 11 സീറ്റുകളാണ് അധികമായി ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ബസ്സിലെ ആകെ സീറ്റുകളുടെ എണ്ണം 37 ആയി. കൂടാതെ ബസ്സിലുണ്ടായിരുന്ന എസ്കലേറ്ററും പിൻഡോറും ഒഴിവാക്കിയിട്ടുണ്ട്. മുൻഭാഗത്ത് മാത്രമായിരിക്കും ഇനി ഡോർ ഉണ്ടാവുക. എന്നാൽ ശൗചാലയം ബസ്സിൽ നിലനിർത്തിയിട്ടുണ്ട്. നവകേരള ബസ് വീണ്ടും നിരത്തിലിറങ്ങുമ്പോൾ നിരക്ക് കുറച്ചതാണ് മറ്റൊരു പ്രത്യേകത. നേരത്തെ 1280 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്കായി ഈടാക്കിയിരുന്നത്. എന്നാൽ ഇന്നലെ ബാംഗ്ലൂർ കോഴിക്കോട് യാത്രയിൽ 930 രൂപയാണ് ഈടാക്കിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യുന്നതിനായി 1.5 കോടിയോളം രൂപ മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ ആഡംബര ബസ് വാങ്ങിയത്. മുൻഭാഗത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റും പിറകിൽ ഓട്ടോമാറ്റിക് വാതിലും ബാത്റൂം സൗകര്യവുമുള്ള ബസ്സായിരുന്നു ഇത്. നേരത്തെ നവകേരള ബസ് ഗരുഡ പ്രീമിയം ലക്ഷറി ബസ്സായി കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിയിരുന്നു. എന്നാൽ അത് നഷ്ടത്തിലാണ് കലാശിച്ചത്. 1171 രൂപയായിരുന്നു കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ നിരക്ക്. തുടർന്ന് യാത്രക്കാർ കുറഞ്ഞ് സർവീസ് നഷ്ടത്തിലായതോടെയാണ് രൂപമാറ്റം വരുത്താനായി ബാംഗ്ലൂരിലേക്ക് ബസ് കൊണ്ടുപോയത്.